എക്സ്ക്ലൂസീവ്. എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നു. നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാൻ VD-RC KC പക്ഷങ്ങൾ നീക്കം തുടങ്ങി. പിന്തുണ തേടി രമേശ് ചെന്നിത്തല ദില്ലിയിൽ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് KCയുടെ നിലപാട്. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് VD സതീശൻ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പരസ്യ നിലപാട് സ്വീകരിക്കില്ലെന്നാണ് റിപ്പോർട്ട്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ദിവസങ്ങളോളമായി തുടങ്ങിയിട്ടുള്ള ഒരു കസേര ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പോരാണ്. അത് പൊട്ടിത്തെറിയിലേക്കൊന്നും പോവാതെ ഇനിയിപ്പോ 3 ദിവസമേ ബാക്കിയുള്ളൂ. മുന്നണി ആരായിരിക്കും മുന്നിലെത്തുക എന്നുപോലും നമുക്ക് പറയാറായിട്ടില്ല. അപ്പോഴാണ് മുഖ്യൻ ആരെന്നുള്ള ചർച്ചകൾ ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങിയത്. ആ പോരിപ്പോൾ ഏത് വഴിക്കാണ് പോകുന്നത്? ഇനി 3 ദിവസത്തെ ആകാംക്ഷ അത് മുന്നണികൾക്ക് എത്രത്തോളമുണ്ട്? റോഷ്നി, ഇനി വോട്ടെണ്ണാനുള്ള സമയം. ആ സമയം വരെ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസിനകത്ത് നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചരടുവലി സജീവമാക്കുകയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ 3 നേതാക്കൾക്ക് വേണ്ടി അവരുടെ അനുയായികൾ വ്യാപകമായ പ്രചാരണം, അത് സാമൂഹ്യ മാധ്യമത്തിലും അല്ലാതെയും ഒക്കെയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രചാരണം നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടിയാണ്. നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും വിലക്ക് കൽപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി ചർച്ചകൾക്ക്. ആ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും ചർച്ചകൾ സജീവമായി നിൽക്കുന്നുണ്ട്. നേതാക്കളുടെ പ്രതികരണങ്ങളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി PJ കുര്യൻ അടക്കമുള്ള പല നേതാക്കളും മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടുതൽ നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് 3 നേതാക്കളും ശ്രമിക്കുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് തുടരുന്നു. ഇന്നലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ VD സതീശന് അനുകൂലമായി ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അസംതൃപ്തിയുണ്ട്. കാരണം VD സതീശനെ മാത്രം പിന്തുണച്ചതാണ് ആ അതൃപ്തിക്ക് കാരണം. പ്രത്യേകിച്ച് UDFിലെ ഒരു ഘടകകക്ഷി UDFിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തിനാണ് പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്ന ചോദ്യം കൂടി അവർ ഉയർത്തുന്നുണ്ട്. MLA-മാരുടെ പിന്തുണ ആർക്കായിരിക്കും കൂടുതൽ എന്നത് പ്രധാനമാണ്. അതിന് പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മറ്റു ചില ഘടകങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുക. UDFിനെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കും കോൺഗ്രസിനെ നയിക്കുക. മാത്രവുമല്ല, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, ഒരു നീണ്ട ഇടവേളയാണ് കോൺഗ്രസ് ഭരണത്തിനും ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ പിന്നോക്കം പോയതിനു ശേഷമാണ് തിരിച്ചു വരാനുള്ള സാധ്യത ഒരുങ്ങിയിരിക്കുന്നത് എന്ന വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളൊക്കെയാണ് UDFിന്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം വിജയിക്കുമെന്ന ഉറപ്പോടെയാണ് അവർ കണക്കൂട്ടലുമായി മുന്നോട്ട് പോകുന്നത്. മന്ത്രിമാരാരാകണം എന്നതിനെക്കുറിച്ചടക്കമുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധി എത്തി MLA-മാരുടെ അഭിപ്രായം തേടിയതിനു ശേഷം പിന്നീടാണ് ഹൈക്കമാൻഡ് പാർലമെന്ററി പാർട്ടി ലീഡർ മുഖ്യമന്ത്രി ആരെന്ന്, അല്ലെങ്കിൽ അതാരായിരിക്കും കോൺഗ്രസിനെ ഇനി നയിക്കുക എന്ന തീരുമാനമെടുക്കുക. അതുവരെ ഈ ചർച്ചകൾ പുരോഗമിക്കും. ഈ വാക്പോര് തുടരും. ഇനിയും മറ്റ് ഘടകകക്ഷികളെയും നേതാക്കളെയും ഒക്കെ ഒപ്പം നിർത്താനുള്ള ശ്രമവും പുരോഗമിക്കും. അതാണ് UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് കൗതുകമായി തന്നെ തുടരുകയാണ്. പലതരം ശ്രമങ്ങൾ ഈ 3 നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. VD-RC KC പക്ഷങ്ങളൊക്കെ പലതരം നീക്കങ്ങളിലാണ്. പിന്തുണ തേടി രമേശ് ചെന്നിത്തലയൊക്കെ ദില്ലിയിലാണ്. KC വേണുഗോപാലുമായി കൂടിക്കാഴ്ചയൊക്കെ നടക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് KCയുടെ നിലപാട്.